മുഹമ്മദ് ഷമാസ്, നമ്മൾ പല കാര്യങ്ങളിൽ നമ്പർ 1 ആണ്, പ്രത്യേകിച്ച് സാക്ഷരതയിൽ നമ്പർ 1 ആണെന്ന് നമ്മൾ മെയിൻലി നടിക്കാറുണ്ട്. ഇപ്പം നിതിൻ്റെ കാര്യം നോക്കൂ, ഇത്ര ദിവസമായി നിതിൻ്റെ മരണത്തിന് ശേഷം എത്ര വിദ്യാർത്ഥികളാണ് അവർ നേരിട്ട ദുരനുഭവം. അപ്പം ഈ ഇന്റേണൽ മാർക്ക് എന്നൊരു പറഞ്ഞൊരു കാര്യം കൊണ്ട് എത്ര വിദ്യാർത്ഥികളെയാണ് മാനസികമായി ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്നിട്ടും മുഖ്യമന്ത്രിയുടെ മണ്ഡലമാണ്, ആ കോളേജുമായി ബന്ധപ്പെട്ട് ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ടൊക്കെ പല പരാതികളുണ്ട്. പക്ഷേ 2-3 ദിവസം കഴിയുമ്പോൾ മെല്ലെ 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 അതങ്ങ് ആളുകൾ മറന്നു പോകുമെന്നൊരു ചിന്തയാണ്. ഒരു നടപടിയും വരുന്നില്ല. കേരള പോലീസിന് ഡോക്ടർ റാമിലേക്ക് ഇതുവരെ എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളത് ആര് വിശ്വസിക്കും? ഈ വിഷയത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു അനാസ്ഥ എന്നുള്ളത് അത് വളരെ ബോധപൂർവം ഈ ഇതിൻ്റെ മരണത്തിലെ ഗൗരവം കുറച്ച് കാണിക്കാൻ, അത് ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്രീകരിക്കാനൊക്കെയുള്ള ചില ആസൂത്രിത ശ്രമങ്ങൾ. ഈ പറയപ്പെട്ടതുപോലെ ഈ സംഭവം നടന്നിപ്പോൾ 10-ാം തീയതി സംഭവം കഴിഞ്ഞ് 18-ാം തീയതി ഇന്ന് ഈ ദിവസം വരെയും ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ പോലും ഈ പറഞ്ഞ റാം എന്ന് പറയുന്ന ഇത്രയും ഗുരുതരമായ നിതിൻ രാജിൻ്റെ ഭാഗത്തുനിന്ന് ഉള്ള മരണവുമായി ബന്ധപ്പെട്ട FIR മറ്റ് ജാമ്യമില്ലാ വകുപ്പൊക്കെ നിൽക്കട്ടെ, ഇതിനു ശേഷം തന്നെ ഇവരുടെ എല്ലാ തരത്തിലുള്ള ഭീഷണിയെയും മറ്റു പ്രയാസങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് തന്നെ സധൈര്യം മുന്നോട്ട് വന്ന ആ ക്യാമ്പസിൽ ഇപ്പോഴും പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഉൾപ്പെടെ പുറത്തു പറഞ്ഞിട്ടും വളരെ ഗൗരവത്തോടു കൂടി ഈ പറഞ്ഞ തങ്ങളെ നിറത്തിൻ്റെ പേരിൽ അധിക്ഷേപിക്കാറുണ്ട്, തങ്ങളെ ജാതീയമായി അധിക്ഷേപിക്കാറുണ്ട്, ആ രീതിയിലുള്ള വാക്കുകൾ ഈ പറഞ്ഞ HODയുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരാറുണ്ട്. അങ്ങനെ ശരീരഘടനയുടെ പേരിൽ പോലും അധിക്ഷേപങ്ങളും അപമാനങ്ങളും നേരിടേണ്ടി വരാറുണ്ട്. വളരെ വിദ്യാർത്ഥികളെ ശാരീരികമായി പോലും ഉപദ്രവിക്കുന്നതിന് ഈ അധ്യാപകൻ നിർദ്ദേശം നൽകാറും നേതൃത്വം നൽകാറും ഉണ്ട് എന്ന് പറഞ്ഞിട്ട് പോലും ഈ പറയപ്പെട്ട അധ്യാപകനായ റാമിനെ HODയെ പിടികൂടുന്നതിന് അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ വാദം ഈ വിഷയത്തിൽ ഇത്രയും ഗൗരവമുള്ള ഒരു വിഷയത്തിൽ ഒരു മൊഴിയുടെ രൂപത്തിലെങ്കിലും ഈ പറയുന്ന HODക്ക് എന്താണ് പറയാനുള്ളതെന്ന് പൊതുസമൂഹത്തെ അറിയിക്കാനുള്ള ഒരു ബാധ്യതയെങ്കിലും ഈ കേരളത്തിലെ പോലീസ് സംവിധാനത്തിനുണ്ട്. അവിടെയാണ് ഒരു രാഷ്ട്രീയ സംരക്ഷണത്തിൻ്റെയും കൃത്യമായ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കപ്പെടുന്നതിൻ്റെയും ചോദ്യങ്ങൾ ഉയർന്നു വരുന്നത്. ഈ പറയപ്പെട്ട നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നിതിൻ രാജ് എന്ന് പറയുന്ന ഒരു മിടുക്കനായ വിദ്യാർത്ഥി ആത്മഹത്യയോ കൊലപാതകം മറ്റേത് കുടുംബം ആരോപിക്കുന്ന വിഷയങ്ങളൊക്കെ നിലനിൽക്കുന്നു. ആ മരണത്തിൻ്റെ നിഴൽ നിൽക്കുമ്പോൾ, മരണം സംഭവിച്ചു നിൽക്കുമ്പോൾ അത് സംഭവിക്കുന്നത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിലാണ്. അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ഏതാനും കിലോമീറ്ററുകൾ അപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഈ പറഞ്ഞ അഞ്ചരക്കണ്ടി ദന്തൽ കോളേജിനകത്ത് ഇത്രയും ഗൗരവമുള്ളൊരു വിഷയം നടന്നിട്ട് 4 ദിവസക്കാലം ഈ പറഞ്ഞ എല്ലാ സംഘടനകളും മാധ്യമങ്ങളും ഉൾപ്പെടെ മുഴുവൻ ആ വിഷയം ഏറ്റെടുത്ത് കേരളത്തിൻ്റെ പൊതുസമൂഹം ഒന്നാകെ ചർച്ച ചെയ്തിട്ടും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് ആ വിഷയത്തിൽ ഒരു അക്ഷരം ഉരിയാടാൻ ഉണ്ടായിരുന്നില്ല, ഒരു വാക്ക് പ്രതികരിക്കാനുണ്ടായിരുന്നില്ല. അദ്ദേഹം ഇപ്പോൾ ഈ പറഞ്ഞ മുഖ്യമന്ത്രിയെ താമസിക്കുന്ന തിരുവനന്തപുരം ജില്ലയിലെ ക്ലിഫ് ഹൗസിന്റെ തൊട്ടടുത്ത് പ്രദേശത്ത് ചെയ്യുന്ന അദ്ദേഹത്തിന്റെ ഈ പറഞ്ഞ നിതിൻ രാജിന്റെ അമ്മയും അച്ഛനും വളരെ പ്രയാസത്തോട് കഴിയുന്ന ആ വീട്ടിനകത്തേക്കൊന്ന് കടന്നു ചെല്ലാൻ, ഒരു അനുശോചനം രേഖപ്പെടുത്താൻ പോലും അദ്ദേഹം തയ്യാറായത് എപ്പോഴാണെന്നുള്ള ബോധ്യം നമ്മുടെ മുമ്പിലുണ്ട്. അതും ഒരൊറ്റ വരിയിൽ അദ്ദേഹം ഒരു പാരഗ്രാഫിൽ ഒതുക്കിയത് എങ്ങനെയാണ്? അംബേദ്കർ ജയന്തിയുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇട്ട ഒരു പോസ്റ്റിനിടയിൽ വരികൾക്കിടയിൽ തിരികെ കയറ്റി ഒരു പാരഗ്രാഫായിട്ട് ഈ പറഞ്ഞ പോലെ നിതിൻ രാജിന്റെ മരണത്തെ അദ്ദേഹം ലഘൂകരിച്ച് കാണുന്നു. ഇതൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ, ഇതൊക്കെ ചേർത്ത് വായിക്കുമ്പോൾ കേരള പോലീസിന്റെ ഈ വിഷയത്തിലുള്ള നിലപാടും കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ഈ വിഷയത്തിലുള്ള താല്പര്യവും ആരെ സംരക്ഷിക്കാനെന്നുള്ള കൃത്യമായ നിർദ്ദേശവും എല്ലാം നൽകേണ്ടിടത്ത് കൃത്യമായി നൽകുന്നുണ്ട്. അതിന് പിന്നിൽ ഉള്ള താല്പര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പറയപ്പെട്ടത് അവിടുത്തെ മാനേജ്മെന്റുമായിട്ടുള്ള ചില അവിശുദ്ധ കൂട്ടുകെട്ടുകളുണ്ട്, കൃത്യമായ സംരക്ഷണം. ഈ സമയം വരെ മിണ്ടാത്ത ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാൾ തന്നെയാണ് ഈ പറഞ്ഞ അതുമായി ബന്ധപ്പെട്ട് കോളേജിന്റെ മാനേജ്മെന്റ്. ഒരു വരി പ്രതികരണം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ഈ പറഞ്ഞ ഒരുപാട് വിഷയങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ കൃത്യമായി പോലീസിനെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ ചില ആസൂത്രിത നീക്കൾ ഒരു വശത്ത് നടക്കുകയും മറുവശത്ത് ഈ പറയാം, യഥാർത്ഥത്തിൽ നമ്മൾ സാധാരണ ഇതിൽ പറയാറുണ്ട് ഇരയോടൊപ്പം ഓടുകയും വേട്ടക്കാരനോടൊപ്പം നിൽക്കുകയും ചെയ്യുന്നു. അതല്ല, മറിച്ച് ഇരയോടൊപ്പം നിൽക്കുന്നു എന്ന് അഭിനയിച്ച് വേട്ടക്കാർക്ക് ആവശ്യമായ ഒളിയിടത്തിനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുന്ന രീതിയിലേക്ക് പോലീസ് സംവിധാനം മാറിയത് കൃത്യമായ രാഷ്ട്രീയ നിർദ്ദേശത്തിന്റെയും കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവരുടെ സംരക്ഷണം ഈ കോളേജ് അധികാരികൾക്കുണ്ട് എന്ന കൃത്യമായ ബോധ്യത്തിന്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ റാമിനെ ഇത്രയും ദിവസം കഴിഞ്ഞൊന്ന് അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലെന്ന് പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ അത് വിശ്വസിക്കണോ? കേരള പോലീസിന് ഇത്രയും കഴിവുകെട്ട ആളുകളാണെന്ന് ഞങ്ങൾക്ക് അങ്ങനെ വിശ്വസിച്ച് പോകാൻ വേണ്ടി കഴിയുമോ? ഈ കേസ് അന്വേഷിക്കുന്നതിന് മേൽനോട്ടം വഹിച്ച മാധ്യമങ്ങളോട് ഉൾപ്പെടെ ബ്രീഫ് ചെയ്ത കണ്ണൂരിലെ സിറ്റി പോലീസ് കമ്മീഷണർ നിതിൻ രാജ് IPS ഉൾപ്പെടെ വളരെ എഫിഷ്യൻ്റായ മികച്ച പാരമ്പര്യമുള്ള അന്വേഷണാത്മക പ്രവർത്തനങ്ങൾ നടത്തിയ ഒരു ചെറുപ്പക്കാരൻ
സാധാരണക്കാരനായ ഒരു സാധാരണ സ്കൂൾ ഉൾപ്പെടെ പഠിച്ചു വന്ന ആ ഒരു പാരമ്പര്യമൊക്കെയുള്ള എഫിഷ്യൻ്റ് ആയ ഓഫീസറാണ്. ആ ഓഫീസർ പോലും എന്തുകൊണ്ട് ഈ രീതിയിലേക്ക് ഇതിനെ നിസ്സാരവൽക്കരിച്ച് കാണുന്ന രീതിയിലേക്ക് പോകുന്നു? എന്തുകൊണ്ട് നോയിഡയിലേക്കും ഈ പറഞ്ഞ ലോൺ ആപ്പിലേക്ക് മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്നു? ആ രീതിയിലേക്കാണെങ്കിൽ എന്തുകൊണ്ട് നേരത്തെയുള്ള പല വിഷയങ്ങൾ ഇതുപോലെ സമാനമായിട്ടുണ്ടല്ലോ? ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട എത്രയോ കേസുകളുണ്ട്, അതിലൊന്നും എന്താ ഇത്ര ആത്മാർത്ഥത കാണിച്ചില്ല? അങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഇപ്പോഴും നമ്മുടെ മുമ്പിൽ നിലനിൽക്കുന്നുണ്ട്. നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ നീക്കാൻ ഇപ്പോഴും ഇവിടെ നിതിൻ രാജിന്റെ സഹോദരി തന്നെ പറഞ്ഞല്ലോ, പ്രിൻസിപ്പളുടെ റൂമിൽ നിന്നാണ് പോയത് എന്ന് പറയുന്നു. ആ പുറത്തിറങ്ങി പോകുന്ന സമയത്ത് ഈ ദൃശ്യങ്ങൾ മാധ്യമങ്ങൾക്ക് നൽകിയതിൽ തന്നെ ഉണ്ട് പ്രിൻസിപ്പൽ ഈ പറഞ്ഞ നിതിൻ രാജിന് ഉൾപ്പെടെ ഷൗട്ട് ചെയ്യുന്ന ദൃശ്യങ്ങളുണ്ട്. അങ്ങനെ എങ്കിൽ എന്തുകൊണ്ട് ഈ പറഞ്ഞ പ്രിൻസിപ്പൽ ഉൾപ്പെടെ ആ റൂമിനകത്തുള്ള അധ്യാപകർ ഉൾപ്പെടെയുള്ള ആളുകളെ ഇതുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യാൻ, പ്രതി ചേർക്കാൻ ഉൾപ്പെടെ തയ്യാറാകുന്നില്ല? ആത്മഹത്യ പ്രേരണയായി ബന്ധപ്പെട്ട് പ്രസക്തമായ ചോദ്യങ്ങളാണ്, ഒരു സംശയവുമില്ല, എല്ലാം പ്രസക്തമായ ചോദ്യങ്ങളാണ്. ആരാണ് കേരള പോലീസിന് ഡോക്ടർ റാമിനെ ഈ നിമിഷം വരെ കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരാണ്? അരിയാഹാരം കഴിക്കുന്ന ആർക്കാണ് വിശ്വസിക്കാൻ കഴിയുക? അത്രയും കഴിവില്ലാത്തവരല്ല കേരള പോലീസ് എന്ന് കാണുന്ന എനിക്കും നിങ്ങൾക്കും അറിയാം.